അച്ഛനെ സംബന്ധിച്ച് കൂടുതൽ വിവരങ്ങൾ അറിയാൻ സാധ്യത കുറവാണ്. കാരണം ഞാനൊരു 18-19 വയസ്സായപ്പോഴേ ഞാൻ ദൈവത്തിനാൽ നമ്മളെ ഇവിടുന്ന് സ്ഥലം മാറ്റി. അതുകൊണ്ട് പുള്ളിയുമായിട്ടുള്ള അടുത്ത ജീവിത കാര്യങ്ങളെ, പുള്ളിയുടെ പശ്ചാത്തലങ്ങളെ, പ്രവർത്തന മേഖലയുടെ കാര്യങ്ങളൊന്നും എനിക്ക് ശരിയായിട്ട് അറിയില്ല. അക്കാര്യത്തിൽ ആ രീതിയിൽ ആർക്കും പുള്ളിയെ ശരിയായിട്ട് അറിയത്തില്ല എന്നാണ് എൻ്റെ വിശ്വാസം. ഞാൻ കൊടുത്തിരിക്കുന്ന ദീർഘായുസ്സോടെ ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. വലിയ കുഴപ്പങ്ങളൊന്നും ഇല്ലാതെ ഇതുവരെയൊക്കെ നടന്നു. അതിനുള്ള മുഖാന്തരങ്ങളൊക്കെ ദൈവത്തിനോട് കൊടുത്തു. മക്കളെയും കൊച്ചുമക്കളെയും കൊച്ചുമക്കളെയും ഒക്കെ കാണാനുള്ള അവസരങ്ങളും അതുകൊണ്ട് കൊടുത്തു. പിന്നെ അതിലേറ്റവും പ്രധാനമായ സംഗതി നമ്മളോട് ഇല്ലാതിരിക്കുന്ന ജ്യേഷ്ഠത്തി ഭാര്യ ആയിരുന്നു വെച്ചാല് താങ്കളുള്ളവരും പ്രധാനപ്പെട്ടത്. അതിന് നമ്മളോടുകൂടി ഇല്ല അവരെ എന്നുള്ളതിൽ വലിയ ദുഃഖം എനിക്കുണ്ട്. ഏറ്റവും കൃത്യമായ ഒരു കുടുംബജീവിതം നയിക്കുവാൻ ദൈവം അവർക്ക് തന്റെ ജീവിതം ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. വന്നിരിക്കുന്ന എല്ലാവരെയും പേരുപേരായി, കുടുംബങ്ങളായി, വ്യക്തികളായി ഞാൻ വിശ്രമത്തെ സ്വാഗതം ചെയ്യുന്നു. വന്നിരിക്കുന്നതിന് വേണ്ടി പരിശ്രമിച്ച എല്ലാവരെയും വിശ്രമത്തോർക്കുകയും അവരെയും മത്സരം ചെയ്തു. തുടർന്ന് പല കാര്യങ്ങൾ നടക്കേണ്ടതുകൊണ്ട് ഞാൻ എൻ്റെ ഇന്നലെ വേദപുസ്തകം ഞാൻ സാധാരണ വായിക്കുന്ന കൂടുതലല്ല, എങ്കിലും വായിച്ചപ്പോൾ ഒരു വാചകം എൻ്റെ മനസ്സിൽ തട്ടി. അനേകം സ്നേഹിതരുള്ളവർക്ക് ദുഃഖമായിരിക്കും, ദുഃഖം വരും. ധാരാളം സ്നേഹിതരുള്ളവർക്ക് ദുഃഖം വരും എന്ന് എഴുതിക്കുന്നതാണ്. ഞാൻ സംബന്ധിച്ച് അങ്ങനെ വലിയ ദുഃഖത്തിൻ്റെ സമയം ഞാനിവിടെ കാണുന്നില്ല. ഇപ്പോഴത്തെ കാര്യം ആയിരിക്കുന്നില്ല. അഥവാ വന്നാൽ തന്നെ അത് തിരുവനന്തപുരത്തിൻ്റെ ഒരു നിവൃത്തിയാണെന്ന് ചിന്തിച്ച് ആശ്വസിച്ചാൽ മതിയാവും. എനിവേ, താങ്ക് യു വെരി മച്ച്. താങ്ക് യു അച്ഛൻ ഫോർ ഗിവിംഗ് ദി ചാൻസ്. Joy of G.G. Thomas. പാഠഭാഗമായി 89-ാം സങ്കീർത്തനം 1 മുതൽ 21 വരെയുള്ള വാക്യങ്ങൾ. 89-ാം സങ്കീർത്തനം 1 മുതൽ 21 വരെയുള്ള വാക്യങ്ങൾ. യഹോവയുടെ കൃപകളെക്കുറിച്ച് ഞാൻ എന്നേക്കും പാടും. തലമുറയോളം എൻ്റെ വായ് കൊണ്ട് നിന്റെ സ്തുതിയെ അറിയിക്കും. ദയ എന്നേക്കും ഉറച്ചു നിൽക്കും എന്ന് ഞാൻ പറയുന്നു. നിന്റെ വിശ്വസ്തതയെ നീ സ്വർഗത്തിൽ സ്ഥിരമാക്കിയിരിക്കുന്നു. എൻ്റെ വൃദ്ധനോട് ഞാൻ ഒരു നിയമവും എൻ്റെ ദാസനായ ദാവീദിനോട് സത്യവും ചെയ്തിരിക്കുന്നു. നിന്റെ സന്തതിയെ ഞാൻ എന്നേക്കും സ്ഥിരപ്പെടുത്തും. നിന്റെ സിംഹാസനത്തെ തലമുറയോളം ഉറപ്പിക്കും. യഹോവേ, സ്വർഗം നിന്റെ അത്ഭുതങ്ങളെയും വിശുദ്ധന്മാരുടെ സഭയിൽ നിന്റെ വിശ്വസ്തതയെയും സ്തുതിക്കും. സ്വർഗത്തിൽ യഹോവയുടെ സാദൃശ്യം ആർ? ദേവപുത്രന്മാരിൽ യഹോവയ്ക്ക് തുല്യൻ ആർ? ദൈവം വിശുദ്ധന്മാരുടെ സംഘത്തിൽ ഏറ്റവും ഭയങ്കരനും അവൻ്റെ ചുറ്റുമുള്ള എല്ലാവർക്കും മീതെ ഭയപ്പെടുവാൻ യോഗ്യനും ആകുന്നു. സൈന്യങ്ങളുടെ ദൈവമായ യഹോവേ, നിന്നെപ്പോലെ ബലവാൻ ആരുള്ളൂ? യഹോവേ, നിന്റെ വിശ്വസ്തത നിന്നെ ചുറ്റിയിരിക്കുന്നു. നീ സമുദ്രത്തിൻ്റെ ഗർഭത്തെ അടക്കി വാഴുന്നു. അതിലെ തിരകൾ പൊങ്ങുമ്പോൾ നീ അവയെ അമർത്തുന്നു. നീ രഹബിനെ ഒരു ഹതനെ പോലെ തകർത്തു. നിന്റെ ബലമുള്ള ഭുജം കൊണ്ട് നിന്റെ ശത്രുക്കളെ ചിതറിച്ചു കളഞ്ഞു. ആകാശം നിനക്കുള്ളത്, ഭൂമിയും നിനക്കുള്ളത്, ഭൂതലവും അതിൻ്റെ പൂർണ്ണതയും നീ സ്ഥിരപ്പെടുത്തിയിരിക്കുന്നു. ദക്ഷിണോത്തര ദിക്കുകളെ നീ സൃഷ്ടിച്ചിരിക്കുന്നു. താബോറും ഹെർമോനും നിന്റെ നാമത്തിൽ ആനന്ദിക്കുന്നു. നിനക്ക് വീര്യമുള്ള ഒരു ഭുജം ഉണ്ട്. നിന്റെ കൈ ബലമുള്ള നിന്റെ വലം കൈ ഉന്നതവും ആകുന്നു. നിത്യവും നീതിയും ന്യായവും നിന്റെ സിംഹാസനത്തെ അടിസ്ഥാനമാക്കുന്നു. ദൈവവും വിശ്വസ്തതയും നിനക്ക് മുൻപായി നടക്കുന്നു. ജയഘോഷം അറിയുന്ന ജനത്തിന് ഭാഗ്യം. യഹോവേ, അവർ നിന്റെ മുഖപ്രകാശത്തിൽ നടക്കും. അവർ ഇടപെടാതെ നിന്റെ നാമത്തിൽ ഘോഷിച്ചുല്ലസിക്കുന്നു. നിന്റെ നീതിയിൽ അവർ ഉയർന്നിരിക്കുന്നു. നീ അവരുടെ ബലത്തിന്റെ മഹത്വമാകുന്നു. നിന്റെ പ്രസാദത്താൽ ഞങ്ങളുടെ കൊമ്പ് ഉയർന്നിരിക്കുന്നു. നമ്മുടെ പരിച യഹോവയ്ക്കുള്ളതും നമ്മുടെ രാജാവ് ഇസ്രായേലിന്റെ പരിശുദ്ധനും ആകുന്നു. അന്ന് നീ ദർശനത്തിൽ നിന്റെ ഭക്തന്മാരോട് അരുളി ചെയ്തത്, ഞാൻ വീരനായ ഒരുത്തന് സഹായം നൽകുകയും ജനത്തിൽ നിന്ന് ഒരു വൃദ്ധനെ ഉയർത്തുകയും ചെയ്തു. ഞാൻ എൻ്റെ ദാസനായ ദാവീദിനെ കണ്ടെത്തി. എൻ്റെ വിശുദ്ധ തൈലം കൊണ്ട് അവനെ അഭിഷേകം ചെയ്തു. എൻ്റെ കൈ അവനോട് കൂടെ സ്ഥിരമായിരിക്കും. എൻ്റെ ഭുജം അവനെ ബലപ്പെടുത്തും.
പ്രകാരം പാഠഭാഗം അവസാനിച്ചു. works in ways we cannot see. He will make a way for me. He will be my guide. Hold me closely to his side. With love and strength
which you made. He will make a way. He will make a way. God will make a way where there seems to be no way. He works in ways we cannot see. He will make a way for me. He will be my guide. Hold me closely to His side. With love and strength for which you made. He will make a way. He will make a way. Thank you. നാമം പരിശുദ്ധമാക്കപ്പെടുവാനാകട്ടെ. ബഹുമാനമുള്ള അച്ഛന്മാരെ, അതിഥികളായി വന്നു ചേർന്നിരിക്കുന്ന പ്രിയപ്പെട്ടവരും, പ്രിയപ്പെട്ട ജോസായൻ്റെ മക്കൾ, കുടുംബാംഗങ്ങൾ, എല്ലാ പ്രിയപ്പെട്ടവർക്കും ദൈവനാമത്തിലുള്ള സ്വാഗതം ഒന്നുകൂടെ ആശംസിക്കുകയാണ്. ഇന്ന് നമ്മുടെ ഈ മീറ്റിങ്ങിൽ ധ്യാന പ്രസംഗം നടത്തി വരുവാനുള്ള ജോർജ് മാത്യു അച്ഛൻ നമ്മെ അനുഗ്രഹിക്കും. ധ്യാന ആശംസ അറിയിച്ചുകൊണ്ട് വരുവാനുള്ള അച്ഛൻ മാത്യു അച്ഛനും മറ്റ് പ്രിയപ്പെട്ടവരൊക്കെ നമ്മെ അനുഗ്രഹിക്കും. അതുകൊണ്ട് ആമുഖവാക്കുകളായി ഒത്തിരി സമയം ഞാൻ ഉപയോഗിക്കില്ല. ചുരുങ്ങിയ മിനിറ്റുകൾ ദൈവനാമത്തിൽ എല്ലാ ആശംസകളും അനുഗ്രഹങ്ങളും പ്രിയപ്പെട്ട അച്ചായനെ നേർന്നുകൊണ്ട് ഞാൻ പ്രസംഗിക്കും. കണ്ണമ്പേരൂർ സെൻറ് പോൾസ് മാത്രമായി ഇടവകി പുതുക്കുടി പ്രിയപ്പെട്ട ജോർജായൻ ഏറെ നാളുകളായി ഇവിടെ പാർട്ടുകൊണ്ട് ദൈവത്തിൻ്റെ ഹിതപ്രകാരം അനുഗ്രഹകരമായി ദൈവിക ശുശ്രൂഷയിലായിരിക്കും. 90 സംവത്സരക്കാലം ജീവിപ്പാൻ ഭാഗ്യം ലഭിച്ചത് ദൈവകൃപയുടെ വലിയ അളവറ്റ ദാനമാണ്. ജാനുവരി മാസം 31-ാം തീയതിയാണ് 90 വയസ്സ് പൂർത്തീകരിക്കുന്നത്, അടുത്ത വർഷത്തിലേക്ക് പ്രവേശിക്കുന്നത്. എന്നാൽ തൻ്റെ മക്കളൊക്കെ ഭൂലോകത്തിൻ്റെ പലയിടങ്ങളിലൊക്കെ ഒത്തുചേരുന്ന ഒരു സന്ദർഭമായി ഈ ദിനത്തിൽ നാം ഒത്തുചേർന്നിരിക്കുകയാണ്. ഈ കൂടിവരവ് അച്ചായൻ പ്രത്യേകമായി ഓർപ്പിച്ചിരുന്നത് ഒരാഘോഷം എന്നുള്ളതിനേക്കാൾ ഉപരിയായി ദൈവം എനിക്ക് നൽകിയ ആയുസ്സിന് ദൈവത്തിന് നന്ദി കരയിക്കുകയും ദൈവത്തോട് ചേർന്ന് പ്രിയപ്പെട്ടവരുമൊത്ത് സന്തോഷത്തിൻ്റെ പാട്ടുകൾ പാടി പ്രാർത്ഥിക്കുന്ന സന്തോഷകരമായ അനുഭവമായിട്ടാണ്. പ്രിയപ്പെട്ട അച്ചായനെ സംബന്ധിച്ച് ഓർക്കുമ്പോൾ 2.5 വർഷക്കാലമായി ഈ അച്ചായനുമായിട്ട് നിരന്തരമായിട്ട് ഇടപെടുന്നു. നല്ല നല്ല കൊച്ചു കൊച്ച് സന്തോഷാനുഭവങ്ങൾ. ഒന്ന്, അച്ചായൻ സുന്ദരനാണ്. ഇപ്പോഴും നമ്മളുടെ സിനിമാ നടന്മാരെ പോലെ നല്ല സുന്ദരന്മാരായി പ്രായാധിക്യത്തിലും നല്ല ചുരുക്കോടെ അച്ചായൻ ജീവിക്കും. സുന്ദരൻ എന്ന് മാത്രമല്ല, അച്ചായൻ നല്ല നീറ്റ് ആൻഡ് ടൈഡിയാണ്. എപ്പോഴും നല്ല നല്ല വസ്ത്രങ്ങൾ ധരിച്ച് നല്ലവണ്ണം ഒരുങ്ങി ഞാൻ കാണുമ്പോഴൊക്കെ നല്ല അനുഭവത്തിൽ അച്ചായനെ പാർക്കുവാനായിട്ട് സാധിക്കും. ഞാൻ മനസ്സിലാക്കിയ ഏതാനും കാര്യങ്ങൾ ബാക്കി നിങ്ങളൊക്കെ കൂടുതൽ നാളുകൾ ഒരുമിച്ചുള്ളതാണ്. വേറൊന്ന്, അച്ചായന് പള്ളിയും ആരാധനാ ജീവിതവും ഒക്കെ ഏറെ സന്തോഷമായി. എല്ലാവരും സ്നേഹമുള്ളവരായിരിക്കുമ്പോൾ തന്നെ അധികം പേര് ഇടയ്ക്കിടയ്ക്ക് വിളിച്ചാ വിശേഷം എന്തുകൊണ്ട് സുഖമായിരിക്കുന്നോ എന്ന് എല്ലാവരും ചോദിക്കാറില്ല. എല്ലാവർക്കും സ്നേഹമുണ്ട്, പക്ഷെ അച്ചായൻ ചോദിക്കും. അങ്ങോട്ട് കാണുകയൊന്നും ചെയ്തില്ലെങ്കിൽ, വിളിക്കാനൊന്നും പറ്റിയില്ലെങ്കിൽ അച്ചായൻ വിളിക്കും. അച്ചോ, ഇത് ഇവിടുന്ന് എന്താ സുഖമായിട്ടൊക്കെ ഇരിക്കുന്നോ എന്ന് വിളിക്കും. ഞങ്ങൾ പട്ടക്കാർക്ക് അതൊരു സന്തോഷകരമാണ്. എല്ലാവരുടെയും എല്ലാ ആവശ്യങ്ങളിലും ഞങ്ങൾ ആവണമെന്നും എത്തിപ്പിടിക്കാനായിട്ട് ശ്രമിക്കും. എന്നാൽ തിരിച്ച് എന്താ വെച്ചാൽ സുഖമാണോ എന്നൊരു ടെലിഫോൺ കോൾ വരുന്നത് കേട്ടോ നല്ല സന്തോഷം ആയിരിക്കും. അപ്പോൾ അങ്ങനെ അച്ചായന് ഇടവകയും പട്ടക്കാരനും ആരാധനാ സമൂഹവും ആരാധനാ ജീവിതവും ഒക്കെ എന്നൊന്നും പള്ളി വരത്തില്ല. ഇപ്പം വയ്യാത്തത് 2-3 മണിക്കൂർ ഇരിക്കാൻ ബുദ്ധിമുട്ടുണ്ട്. എങ്കിൽ പോലും പ്രത്യേക സന്ദർഭങ്ങളിലൊക്കെ പെയ്യെടുത്ത്
ഞാൻ ആരാധനയിൽ വന്ന സമിതി. ആഗമനമായി ഞാൻ 1-2 കാര്യങ്ങൾ ഓർപ്പിച്ചു എന്ന് മാത്രമേ ഉള്ളൂ. സന്തോഷകരമായി 90 വർഷം തൻ്റെ മക്കളൊക്കെ ഒരുമിച്ച് വന്നപ്പോൾ ഒരു പ്രാർത്ഥനയും സന്തോഷമൊക്കെയായി ഞങ്ങൾ അച്ഛന്മാരെയും നമ്മളെ എല്ലാവരെയും വിളിച്ചുകൂട്ടി ദൈവത്തിന് മഹത്വം കരയറ്റുകയാണ്. പ്രത്യേകമായിട്ട് വായിച്ച സംഘത്തിൽ നിന്ന് ഒരു കാര്യം പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കും. 89-ാം സങ്കീർത്തനം ഒരു രാഗനീയ സങ്കീർത്തനം. അത് പിന്നിലേക്കും മുമ്പിലേക്കും നോക്കുന്ന അനുഭവമായി അതിൻ്റെ ധ്യാനത്തിൽ പ്രത്യേകമായി ക്രമീകരിച്ചിരിക്കുന്നു. ഒന്നാമതായി 3-4 വാക്യങ്ങൾ ദൈവത്തിൻ്റെ ഒരു ഉടമ്പടിയാണ് പറയുന്നത്. ദൈവത്തിൻ്റെ വിശ്വസ്തത, ദൈവത്തിൻ്റെ കൃപ, ദൈവത്തിൻ്റെ വിശ്വസ്തത. ഈ സങ്കീർത്തനക്കാരൻ ദൈവത്തിൻ്റെ കൃപകളെക്കുറിച്ച് ഓർക്കുന്നു. ദൈവം വിശ്വസ്തനാണ് എന്ന് തൻ്റെ ജീവിതാനുഭവത്തിൽ നിന്റെ വിശ്വസ്തയെ നീ സ്വർഗത്തിൽ സ്ഥിരമാക്കിയിരിക്കും. തുടർന്ന് ഈ സങ്കീർത്തനം പറയുന്ന ഒരു കാര്യം കൂടെ, ദൈവത്തിൻ്റെ കരുണയെ ഓർത്തുകൊണ്ട് സ്തുതിക്കുകയാണ്. യഹോവയെ, സ്വർഗം നിന്റെ അത്ഭുതങ്ങളെയും വിശുദ്ധന്മാരുടെ സഭയിൽ നിന്റെ വിശ്വസ്തതയെയും സ്തുതിക്കും. അതുകൊണ്ട് ഈ സമയത്ത് ഒറ്റ വാക്കിൽ ഞാൻ ഓർപ്പിക്കുന്നത്, എൻ മനമേ യഹോവയെ വാഴ്ത്തുക, എൻ്റെ സർവ്വ അന്തരംഗവുമേ അവൻ്റെ വിശുദ്ധനാമത്തെ വാഴ്ത്തുക. എൻ മനമേ യഹോവയെ വാഴ്ത്തുക, അവൻ്റെ ഉപകാരങ്ങളൊന്നും മറക്കരുത്. ദീർഘായുസ്സോടുകൂടെ ഭൂമിയിൽ ജീവിക്കാനാക്കിയിരിക്കുമ്പോൾ നമ്മൾ മറ്റുള്ളവരെക്കാൾ ഒത്തിരി ശ്രേഷ്ഠന്മാർ ആയിട്ടല്ല, പിന്നെയും ദൈവത്തിൻ്റെ പദ്ധതിയിൽ നമുക്ക് ചില പ്രവൃത്തികൾ ചെയ്തു തീർക്കുവാനായിട്ടുണ്ട്. ആ പദ്ധതികൾ ദൈവഹിതപ്രകാരം പ്രാർത്ഥനാപൂർവം അനുഗ്രഹമാക്കി തീർക്കുവാൻ അതുകൊണ്ട് ദീർഘായുസ് ലഭിച്ചിരിക്കുന്ന അച്ഛന് എല്ലാ മംഗളാശംസകളും നേരുകയാണ്. ഭാവി ജീവിതം ദൈവത്തിൻ്റെ കരങ്ങളിൽ സുരക്ഷിതമാണ്. മാരാമൻ കൺവെൻഷനിൽ പ്രസംഗിക്കുന്ന ഒരു സാഹിത്യം ഇങ്ങനെ പറഞ്ഞു, 60കളിൽ ഡോക്ടർ സ്റ്റാൻലി ഓൾസ്, എനിക്ക് ഭാവി എന്തായിരിക്കുമെന്ന് എനിക്കറിയില്ല, പക്ഷേ എൻ്റെ ഭാവി ആരുടെ കരങ്ങളിൽ സുരക്ഷിതമായിരിക്കുന്നു എന്ന് എനിക്കറിയാം. പ്രിയപ്പെട്ട അച്ചായനോട് ഓർപ്പിക്കാനായിട്ടുള്ളത്, ഈ 90കളിൽ എന്ത് എങ്ങനെ എന്നുള്ളതല്ല, അതിനപ്പുറത്ത് കീഴെ ശാശ്വത ഭുജമായി കാത്തു പരിപാലിക്കുന്ന ഒരു ദൈവം തമ്പുരാൻ കൂടെയും ദൈവത്തിൻ്റെ കരുണ കൂട്ടായിരിക്കട്ടെ. ഭാവി ജീവിതം ദൈവത്തിൽ ഏറ്റവും അനുഗ്രഹമായി തീരുവാൻ പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധ റൂഹായുടെയും തിരുനാമത്തിൽ അനുഗ്രഹിച്ച് പ്രാർത്ഥിച്ചുകൊണ്ട് ദൈവത്തിൻ്റെ എല്ലാ നന്മകളും നേർന്നുകൊള്ളുന്നു. ദൈവത്തിൻ്റെ സന്നിധിയിൽ അവൻ്റെ കരുണയെ സ്തുതിച്ചുകൊണ്ട് അവൻ്റെ ദയയ്ക്കും വിശ്വസ്തതയ്ക്കും തക്കവണ്ണം നന്ദിയുള്ളവരായി ജീവിപ്പാൻ ദൈവം പ്രിയ അച്ചായനും കുടുംബത്തിനും സഹായിക്കട്ടെ. ദൈവത്തോടുള്ള ബന്ധത്തിലും അന്യോന്യമുള്ള ബന്ധത്തിലും ആവശ്യത്തിലിരിക്കുന്നവരെ കാണുകയും സഹായിക്കുകയും ചെയ്യുന്നതിനൊക്കെയുള്ള ബന്ധത്തിൽ ദൈവം ഭാവി ജീവിതം കൂടുതൽ ധന്യമാക്കി തീർക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുകയും ആശംസിക്കുകയും ചെയ്തുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു. ദൈവം നമ്മളെ അനുഗ്രഹിക്കട്ടെ. ആമേൻ. ജൂബിലിയൻ ജോർജ് ചായൻ, വേദിയിൽ ഉപസ്ഥിതരായിരിക്കുന്ന പ്രിയപ്പെട്ട അച്ഛന്മാരെ, ചാലത്തു നിന്നും ദൂരത്തു നിന്നും ഈ സന്തോഷ അവസരം പങ്കിടുവാൻ ചേർന്ന് വന്നിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരുമേ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ സ്നേഹവന്ദനം. ജോർജ് ചായൻ ഉൾപ്പെടുന്ന അയ്യക്കാവിൽ കുടുംബയോഗത്തെ പ്രതിനിധീകരിച്ചാകുന്ന ഓരോത്തിൽ പറഞ്ഞാൽ ഞാനിപ്പോൾ ഇവിടെയായിരിക്കുന്നത്. തൊട്ടടുത്തുള്ള ഇടവയുടെ വികാരി എന്ന ചുമതലയിൽ നമ്മുടെ ക്രിസോസ്റ്റം തിരുമേനി 90ാമത്തെ ബർത്ത്ഡേ ആഘോഷിച്ചപ്പോൾ അമേരിക്കയിൽ ജനിച്ചു വളർന്ന ഒരു 8 വയസ്സുകാരി തിരുമേനിക്ക് ഒരു ബർത്ത്ഡേ കാർഡ് അയച്ചു കൊടുത്തു, ഒരു ആശംസ അയച്ചു കൊടുത്തു. ആ പെൺകുട്ടി തന്നെ അവളുടെ കൈകൊണ്ട് വരച്ച ഒരു ചെറിയ കാർഡ്, ഒരു വാചകം മാത്രം ആ കാർഡ്. ആ വാചകം ഇങ്ങനെയാണ്: മൈ ഡിയർ തിരുമേനി, മേ യു ലിവ് ടിൽ യു ഡൈ. എൻ്റെ പ്രിയപ്പെട്ട തിരുമേനി, മരിക്കുന്നതുവരെ തിരുമേനി ജീവിച്ചാണ്. ഈ കാർഡ് കിട്ടിയപ്പോൾ തിരുമേനിക്കും അതിശയമായി. 8 വയസ്സുകാരി 90 വയസ്സുകാരനെ ഉപദേശിച്ചിരിക്കുന്നു മരിക്കുന്നതുവരെ ജീവിക്കാൻ. എന്തായിരുന്നു അർത്ഥം? എനിക്കും ഈ പ്രിയപ്പെട്ട ജോർജ് ചായനോട് ഉപദേശിക്കാനല്ല, പറയാനുള്ള ഇത് മാത്രം: ദൈവം തമ്പുരാൻ വിളിക്കുന്നതുവരെ ജീവിക്കുക.
അത് ജീവിക്കേണ്ടതുപോലെ ജീവിക്കുക. അതാ പെൺകുട്ടി ആഗ്രഹിച്ചതും തിരുമേനിയോട് പറഞ്ഞത്. ഞാനും നിങ്ങളും ഈ ഭൂമിയിൽ ജീവിച്ചാൽ മാത്രം പോരാ, ജീവിക്കേണ്ടതുപോലെ തന്നെ ജീവിക്കുക. ദൈവം ആഗ്രഹിക്കുന്ന വിധത്തിൽ, സമൂഹം ആഗ്രഹിക്കുന്ന വിധത്തിൽ, ആ വിധത്തിൽ ജീവിച്ച് സന്തോഷകരമായി സെഞ്ചുറി അടിക്കുവാൻ പ്രിയപ്പെട്ട ജോർജ് ചായന് ദൈവം തമ്പുരാൻ അവസരം നൽകട്ടെ എന്ന് ആമുഖമായി ഞാൻ ആശംസിക്കുകയാണ്. അല്പസമയം നിങ്ങളോടുകൂടി ആയിരിക്കാൻ എന്നെയും ഈ സന്തോഷാവസരത്തിൽ ക്ഷണിച്ചതിനായി പ്രത്യേകമായി പ്രിയപ്പെട്ടവരോട് നന്ദിയും കടപ്പാടും അറിയിക്കുകയും ചെയ്യാം. ധ്യാനപ്രസംഗമാണ് എന്നോട് ആവശ്യപ്പെട്ടിരിക്കുന്നത്. അരഡസനിലേറെ ആശംസാ പ്രസംഗങ്ങൾ പുറകെയുണ്ട്, പുറകെ പാട്ടുകളുണ്ട്. അതുകൊണ്ട് തന്നെ ഏതാനും ചില നിമിഷങ്ങൾ കൊണ്ട് ഈ ധ്യാനം അവസാനിപ്പിക്കും. 91-ാമത്തെ സങ്കീർത്തനത്തിൻ്റെ 16-ാമത്തെ വാക്യത്തിൻ്റെ ആദ്യ ഭാഗം ഇങ്ങനെയാണ് വായിക്കുന്നത്. 91-ാം സങ്കീർത്തനം 16-ാമത്തെ വാക്യം: ദീർഘായുസ് കൊണ്ട് ഞാൻ അവന് തൃപ്തി വരും. ദീർഘായുസ് കൊണ്ട് തൃപ്തി വരും. ദൈവം തമ്പുരാൻ പലർക്കും ദീർഘായുസ് നൽകുന്നുണ്ട്. അത് ദൈവത്തിൻ്റെ വലിയ ദാനം. പക്ഷേ ആയുസ്സിൽ തൃപ്തിയുണ്ടോ എന്നതാണ് പ്രത്യേകത. അതാ സങ്കീർത്തനക്കാരൻ ഓർപ്പിക്കുന്നത്. ആമുഖത്തിൽ അധ്യക്ഷൻ സെൻസിസ്കരിയാറ്റും പറഞ്ഞു, പ്രിയപ്പെട്ട ജോർജ് ചായൻ സുന്ദരനാണ്, സുമുഖനാണ്, ഫിലിം സ്റ്റാറിനെ പോലെ ഇരിക്കുന്നു, പ്രസന്നവതനാണ്. ഇതൊക്കെ വാസ്തവമാണ്. എന്നാൽ ജീവിതത്തിൽ ഒരു സംതൃപ്തിയുണ്ട്. അതാ ഞാൻ നിങ്ങൾ ഓർക്കേണ്ടത്. എത്ര കാലം ഈ ഭൂമിയിൽ പാർത്തു എന്നതിനേക്കാൾ ദൈവം നൽകുന്ന ആയുസ്സിൽ, പ്രത്യേകിച്ച് പ്രായമാകുമ്പോഴും സംതൃപ്തിയോടെ, സന്തോഷത്തോടെ, മനസമാധാനത്തോടെ ഈ ഭൂമിയിലായിരിക്കാൻ ഇടയാകുന്നു എങ്കിൽ അതാകുന്നു വലിയ ധന്യത. ദീർഘായുസ് ദൈവത്തിൻ്റെ വലിയ അനുഗ്രഹം. ഇതെങ്ങനെയാണ് ദീർഘായുസ് ലഭിക്കുന്നത്? മാൾട്ടോവ കുടിച്ചാലോ, അതല്ലെങ്കിൽ മറ്റെന്തെങ്കിലും കുടിച്ചാലോ, ബൂസ്റ്റ് കഴിച്ചാലോ ഒന്നും പരസ്യത്തിൽ കാണുമായിരിക്കും, പക്ഷെ ദീർഘായുസാകുകയില്ല. ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം, നമ്മെ സംബന്ധിച്ചിടത്തോളം ദീർഘായുസ് സംതൃപ്തിയോടുകൂടി ആയിരിക്കണമെങ്കിൽ ദൈവവചനം ചില കാര്യങ്ങൾ നമ്മെ ഓർപ്പിക്കുന്നു. 1-2-3 കാര്യങ്ങൾ മാത്രം സൂചിപ്പിച്ച് ഇത് അവസാനിപ്പിക്കട്ടെ. 1 രാജാക്കന്മാർ 3-ാം അധ്യായത്തിൻ്റെ 14-ാമത്തെ വാക്യത്തിൽ, 1 രാജാക്കന്മാർ 3-ാം അധ്യായത്തിൻ്റെ 14-ാമത്തെ വാക്യം, നിന്റെ ശലോമോനോട് വലിയവനായി ദൈവം അരുളി ചെയ്യുന്നു, നിന്റെ അപ്പനായ ദാവീദ് നടന്നതുപോലെ നീ എൻ്റെ ചട്ടങ്ങളും കൽപ്പനകളും പ്രമാണിച്ച് എൻ്റെ വഴികളിൽ നടന്നാൽ ഞാൻ നിനക്ക് ദീർഘായുസ് തരും. മകനോട് ചെറുപ്പമാണ്, രാജ്യഭാരം ഏറ്റതേയുള്ളൂ, വലിയനായി ദൈവം ഓർപ്പിക്കുന്നു, പിതാക്കന്മാരെ പോലെ ദൈവ വഴികളിൽ നടക്കുന്നു എങ്കിൽ ദൈവം തമ്പുരാൻ നമുക്ക് ദീർഘായുസ് നൽകും. ദൈവ വഴികളിൽ നടക്കുക, ഇതാകുന്നു ക്രൂശിൻ്റെ മാർഗം. നമ്മെക്കുറിച്ചും ദൈവം ആഗ്രഹിക്കുന്നത്